നമസ്കാരം. കോൺഗ്രസിന് ഇനി പണി കിട്ടാൻ ഇടങ്ങളില്ല. ഇതാ കോൺഗ്രസിനടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ വക ഒരു പണി കൂടി. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കിട്ടിയ പണി ഇതുവരെ മറന്നിട്ടില്ല. തിരുവനന്തപുരത്തിന് പിന്നാലെ ഇതാ വടകരയിലും കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുന്നത് മുൻ മണ്ഡലം സെക്രട്ടറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തന്റെ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരത്തിനൊരുങ്ങുന്ന വാർത്തയ്ക്കിടെയാണ് വടകരയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കാൻ വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നെരിപ്പറ്റ മുൻ മണ്ഡലം സെക്രട്ടറിയായുള്ള അബ്ദുൾ റഹീമാണ് പത്രിക കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. തനിക്ക് മേഖലയിൽ പിന്തുണയുണ്ട് എന്നാണ് റഹീം അവകാശപ്പെടുന്നത്. DCC പ്രസിഡന്റിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ ചോദ്യം ചെയ്തതിനാണ് തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് എന്ന് റഹീം പറയുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവർ റഹീമുമായി സംസാരിച്ചുവെങ്കിലും പ്രശ്ന പരിഹാരമായില്ല. തുടർന്നാണ് പത്രിക സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രി വരെ ഫോൺ വിളിച്ചിട്ടും കോൾ എടുത്തിട്ടില്ല എന്ന് റഹീം പറയുന്നു. 2-ാം തീയതിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വരെയും മറുപടിയൊന്നും നൽകിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് തുടർന്ന് രാഹുലിനെ അങ്ങോട്ടേക്ക് വിളിച്ചുവെങ്കിലും ഫോൺ അദ്ദേഹം എടുത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. നീതി കിട്ടുന്നില്ല. നീതി കിട്ടാത്തതിനാൽ താൻ തൻ്റെ വഴിക്ക് പോവുകയാണ്. ഒരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ടാകുമെന്നും ഭരണഘടനാ പ്രകാരമാണ് പുറത്താക്കേണ്ടതെന്നും റഹീം പറയുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തെല്ലും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസമാണ് തനിക്കുള്ളതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല എന്ന്. ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും കൂടെ ചേർന്നുകൊണ്ട് നോമിനേഷൻ നൽകാൻ തനിക്കൊപ്പം എത്തിയിരുന്നു എന്നും മതേതരത്വവും രാജ്യത്തിന്റെ ഐക്യവും സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ഇത് എന്നും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ പിന്തുണ അത് ഞങ്ങൾ തേടുന്നുവെന്നും അവരുടെ വോട്ട് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരിക്കലും മതം ഉപയോഗിച്ചിട്ടില്ല എന്നും തികഞ്ഞ മതേതര വോട്ടുകൾ കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും മോർഫിംഗ് ചെയ്തു എന്നൊക്കെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നൽകാമെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് കൂടി ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം. അത്തരത്തിൽ എതിരാളിക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുമോ എന്ന് 22 വർഷം മുമ്പ് KSU കൊടുപിടിച്ചു വന്നവനാണ് താനെന്നും 13 വർഷമായി നിയമസഭാ അംഗമാണെന്നും 15 വർഷമായി നവമാധ്യമങ്ങൾ ഇടപെടുന്നുണ്ട് എന്നും ഇക്കാലയളവിൽ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തി എന്ന് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഉൾപ്പെടെ വിഷയങ്ങൾ അസംബ്ലിയിൽ കൃത്യമായി അവതരിപ്പിച്ചു. അന്നൊന്നും നിറം പിടിപ്പിച്ച കഥകളുടെ പിന്നാലെയല്ല പോയത് എന്നും വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നും മോർഫിംഗ് എന്ന വിഷയത്തിലേക്ക് തന്നെ വലിച്ചിഴച്ചത് തരംതാണ നടപടിയായിപ്പോയി എന്നും സത്യത്തിൽ താനാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നും എന്നാൽ അറിയാത്ത ഒരു കാര്യം തൻ്റെ പേരിൽ ആരോപിച്ച് വാർത്ത നൽകിയതിന് പരാതി നൽകിയിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു. മണ്ഡലത്തിന്റെ പല ഭാഗങ്ങൾ പോസ്റ്ററുകളിൽ നിന്ന് തൻ്റെ തല വെട്ടിമാറ്റുന്നു. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ പ്രതിഷേധിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതുകൊണ്ടൊന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയട്ടെ. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ജനാധിപത്യവും നിയമപരവുമായിട്ടുള്ള വഴികളാണ് ഉപയോഗിക്കുക. മറ്റു ചില സംഘടനകളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞും ചില പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവയും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഷാഫി കടുത്ത ആത്മവിശ്വാസത്തോടുകൂടി കറകളഞ്ഞ രീതിയോടുകൂടി ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ വക പണി വരുന്നത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് എത്രയൊക്കെ പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും മാറ്റിവെക്കാൻ ശ്രമിച്ചാലും പ്രതിരോധം തീർത്താലും അവയൊക്കെ വോട്ടുകളായി വരികയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലടക്കം തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ലഭിക്കുന്ന പണികളിലൊന്നെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷൈൻ ലാലും മറ്റൊരു പണി വന്നത് ഈ സഭയുടെ CSI സഭയുടെ മുൻ ബിഷപ്പായിട്ടുള്ള ധർമ്മരാജ് റസാലത്തിന്റെ പത്നി അവർ മത്സര രംഗത്തുണ്ട് എന്നുള്ളതുമാണ്. അങ്ങനെ ഒരു വിഭാഗത്തിന്റെ നാടർ വിഭാഗത്തിന്റെ വോട്ടുകൾ വേണമെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിന് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരു 8000 വോട്ടുകൾ വരെ പിടിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷൈൻ ലാൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തരൂരിന് വേർക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ പരാജയം ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് ഓരോ മണ്ഡലങ്ങളിലും. കാരണം കോൺഗ്രസ് ഉറപ്പിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി തരൂർ പരാജയപ്പെടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉറപ്പിക്കുകയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയും ഒപ്പം തന്നെ ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യയും ഒക്കെ മത്സരരംഗത്തെത്തിയോടുകൂടി ഒരു വിഭാഗത്തിന്റെ വോട്ട് യൂത്ത് കോൺഗ്രസിലുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ട് അങ്ങനെയൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പരാജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശശി തരൂരിന്
ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെതിരെയും മത്സരിക്കുന്നവർ, ഇങ്ങനെ വിമതന്മാരുടെ ഒരു ശൃംഖല തന്നെ പണ്ടുമുള്ളതാണ് കോൺഗ്രസിന് വിമതന്മാർ. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ നട്ടലൊടിഞ്ഞു കിടക്കുന്ന കോൺഗ്രസിന് പക്ഷേ ഇത് താങ്ങുവാനുള്ള കരുത്തുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 20 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള വിമതന്മാരുടെ ശല്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റിലും ജയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സീറ്റിലും മത്സരത്തിൽ വിജയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഇങ്ങനെ വിമത ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഷാഫി പറമ്പിലിനും ശശി തരൂരിനും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിമത ശല്യം നേരിടുന്ന ഷാഫി പറമ്പിലും ശശി തരൂരും പരാജിതരാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.